അഡ്വാൻസ് വാങ്ങിയ 30% പോയി. 30% മാത്രമല്ല, ഷമീറിന്റെ കമ്മീഷൻ 3 ലക്ഷം, അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള 15 ലക്ഷം കംപ്ലീറ്റ് പോയി. സുരേഷ, എന്നെ ഒഴിവായി കൂടെ? 3 ലക്ഷം കീശിൽ വെച്ച് നടക്കാൻ കഴിയടാ, ചെലവായി പോയി. അല്ല, ഞാനതിപ്പോ വെക്കുന്നില്ലെങ്കിലോ? പിറ്റ കമ്മീഷൻ നിനക്ക്. അതുവരെ പലിശ നീ നാടകത്തിൽ അഭിനയിച്ച് തീർക്ക്. നാടക? ആ, നാളെ ഓഡിഷൻ ഉണ്ട് കേട്ടാ. അപ്പൊ ഷമീറിന്റെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബാക്കി നിങ്ങൾ മേടിച്ചിട്ട് പുട്ടടിച്ച് 5 ലക്ഷം റുപ്യ. ആ പൈസക്കല്ലേ സുധാരേട്ട പശുവിനെ മേടിച്ചിനി. ഇനിയിപ്പോ എങ്ങനെ പശുവിനെ ഓഡിഷനെ വിളിക്കുക? ഒന്നുകിൽ എൻ്റെ പൈസ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരു നടിയെ എനിക്ക് തരണം. ഒരു യുവനടീനെ. സുരേഷ, ഇലക്ട്രിസിറ്റി ഓഫീസ് വിറ്റിട്ടാലും നിന്റെ കട ഞാൻ തീർക്കൂട്ടാ. എന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് നടീനെ കിട്ടുകയും ചെയ്യും. എന്റെ പേരിൽ ആരും അടികൂടണ്ട, ഞാൻ അഭിനയിക്കാം. നിനക്ക് വില്ലേജ് ഓഫീസിൽ അടിച്ചു വരാൻ പോണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വാരലൊന്നും വില്ലേജ് ഓഫീസ് വൃത്തിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കുള്ള സുരേഷ, സമ്മതിക്കുള്ള സുരേഷ. ആ ചാരുജിയുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഫോട്ടോക്ക് താഴെ നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കമന്റ് ഇടാം. അതിന്റെ ബിഗ് ബഡ്ജറ്റ് നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് സഹിക്കുന്നില്ല അല്ലെ? വെറുതെ അല്ലടാ നീ പുഷ്പിക്കാത്ത പുഷ്കരനായത്. കേട്ട ഇവന്റെ കാര്യം എന്തെങ്കിലും നോക്കൂടെ? അമ്മേ, അപ്പൊ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. നാടകത്തിന്റെ ചെലവ്, യുവനടി, എങ്ങ് നിങ്ങാൻ എനിക്കൊരു ഓട്ടോറിക്ഷയും കൂടി മേടിച്ചാണ്. ഓട്ടോറിക്ഷ എന്റെ ട്രാവലിംഗ് കൺവീനിയൻസിലായിട്ട്. രാജാവായ ശാർങ്ങദാസ്തന്റെ മകൻ പുഷ്പാങ്കദൻ എത്ര നിർബന്ധിച്ചിട്ടും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. ഓന്റെ അച്ഛൻ കുറെ പറഞ്ഞു നോക്കി, മോനെ പുഷ്പാങ്കദ, പോയി കല്യാണം കഴിക്കൂ മോനെ കല്യാണം. സമ്മതിക്കുന്നില്ല. ഒടുവിൽ പുഷ്പാങ്കദന്റെ ഫ്രണ്ട് പേശാലനൻ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. പുഷ്പാങ്കദനെയും കൂട്ടി ടൂർ പോയി റിസോർട്ടിൽ താമസിച്ചു. റിസോർട്ടാ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റിസോർട്ട്, അന്നത്തെ കൊട്ടാരോദ്യാനം. ഇനിയിപ്പോ സുരേഷിന് എങ്ങനെയാ ഇത് കൺസ്യൂം ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ. കൃഷ്ണേട്ടൻ അഭിനയിക്കുന്നുണ്ടാ? ഓ നിർബന്ധിച്ചാ പോവും, അല്ലാണ്ട് ഞാനായിട്ടില്ല. എന്നാ ഞാനുണ്ട്. നീന്തി കുളിക്കും അച്ഛനോടെ പോന്നെ? അത് നിന്നോട് പറയണ? നാടകം നോക്കി പോവായിരുന്നു മോനെ, പിടിച്ച് കെട്ടിക്കോ. എനക്കറിയാമേ, അതല്ല ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അമ്മയും മോനും വിചാരിച്ചാലൊന്നും എന്നെ പിടിച്ച് കെട്ടിയിടാന്ന് വിചാരിക്കണ്ട. ഈ നാട്ടിലൊരു നാടകം നടക്കുമ്പോൾ MT എന്ന് പറയുന്ന ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ മുടിയും താടിയും വെച്ച് നടക്കുന്നത്? അങ്ങനെ എനക്കും ചോദിക്കാനില്ലത്. എന്തിനാണ് ഈ താടിയും മുടിയും വളർത്തി നടക്കുന്നത്? അതെന്റെ ഇഷ്ടം, നീ ആര് ചോദിക്കാൻ? അച്ഛൻ നിങ്ങൾക്ക് 2 പെമ്മക്കളാണെന്ന് ഓർക്കണം. പെങ്ങന്മാർക്ക് കല്യാണപ്രായം എന്നുള്ള കാര്യം നീ ഓർക്കണം. 10-30 വയസ്സായില്ലടാ, ഇനി ഇങ്ങനെ ബസ് ഓടിച്ച് കളിച്ച് നടക്കുക. വണ്ടി മാറ്റി. പറ്റൂല അച്ഛൻ, നാടകത്തിന് പോകാനുള്ള പരിപാടിയാണ്, ഞാൻ വണ്ടി മാറ്റൂല. മാറ്റണ്ട, കാണിച്ചിടാ എനിക്ക്. നീ നിന്റെ കാറ്റ് പോവാൻ നോക്കിയാ മതി. അങ്ങനെ പേശാളിന്റെ കൂടെ മദനോദ്യാനത്തിൽ താമസിക്കാൻ ചെന്ന പുഷ്പാങ്കദൻ അന്ന് രാത്രി സ്വപ്നത്തിൽ ഒരു സുന്ദരീനെ കണ്ടു. എന്നിട്ട് എന്തിയെ? സ്വപ്നത്തിൽ കണ്ട സുന്ദരീനെ കല്യാണം കഴിക്കാന്ന് പുഷ്പാങ്കദൻ സമ്മതിച്ചു. ഇനി അച്ഛൻ ശാർങ്ങാസ്ത രാജാവ്, അതായത് നിങ്ങ വേണം ഓളെ കണ്ടുപിടിച്ച് എന്റെ കൈ പിടിച്ചിട്ട് ഏൽപ്പിക്കാൻ. അത് നിങ്ങ തന്നെ ചെയ്യണം. അല്ല, ഞാനെങ്ങനെ ഒറ്റയ്ക്ക്? എന്ത്? അവന്തി രാജ്യത്തിന് ഒരു സന്തോഷകരമായ വാർത്തയോ? നാളെ മുതൽ ഭവാനി ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവം. ആ സുന്ദരി ഉത്സവത്തിന് വരാതിരിക്കില്ല. പുഷ്പാങ്കദന്റെ നായികയെ കണ്ടെത്താൻ ഇനി അധികം സമയമില്ല. ഭൂലോകം കറക്കും വീരൻ ശ്രീമാൻ സുരേശൻ.
പാരാകെ നടക്കും പോയിട്ട് വരട്ടെ ഗംഗാരട്ടാ. ചതുരംഗക്കളത്തിൽ വിവസ്ത്രയാക്കപ്പെട്ട പാഞ്ചാലി സുരേശനെ കൊന്ന് ഓന്റെ ചോരത്തേക്കാണ്ട് ചാരുവിന് മുടി കെട്ടണ്ട. ഈ ഗംഗാരാട്ടനാ പറയുന്നത്. ഏട്ടന് പറ്റുന്നൊക്കെ പറയട്ടാ. അഭിനയിക്കാനാണ് പോകുന്നത്, യുദ്ധത്തിനല്ല. പോട്ടാ. माताजी का आंख का ऑपरेशन की जरूरत. ഓ സോറി, ഇമോഷണൽ ആയാൽ ഹിന്ദി വരും. അമ്മച്ചിക്ക് കണ്ണിനൊരു ഓപ്പറേഷൻ, അതിന് വന്നതാ. ബസ് ഇറങ്ങിയ നേരം ഒരു നാടകത്തിന്റെ മണം. സാംസൺ എന്നാ അതൊന്ന് അറിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. നാരടാ, നമ്മള് പുഷ്പാങ്കതനില്ലേ? ആര്? പുഷ്പാങ്കതൻ. സ്വപ്നത്തിൽ കണ്ട സുന്ദരി അവര് ഫ്രണ്ട് ഒന്നിച്ച് നമ്മളെ ഭവാനി അമ്പലത്തില് ഉത്സവം കാണാൻ പോകുന്ന സീനാണ്. അവര് തമ്മിൽ കണ്ടുമുട്ടിയല്ലേ? അതെ. പിന്നെ ആന വരണ്ടു, ആൾക്കാരൊക്കെ പരക്കം പാച്ചിലായി, അങ്ങനെ ഉത്സവം മുടങ്ങി. മതി സുരേഷ, ബാക്കി ഞാൻ ഇവളെ കൊണ്ട് വായിപ്പിച്ചോളാം. ഇവളെ എനിക്ക് വായിച്ച് പറഞ്ഞു തന്നോളൂ. മതി മതി, എങ്ങനെയായാലും നാരായണന് കാര്യം മനസ്സിലായാൽ മതി. ഒന്നുകൂടെ കാണണ്ടേ, ഹൃദയം തുറക്കേണ്ടേ? അതെ. നീ എന്തിനാ എന്നെ നോക്കുന്നു? സ്വപ്നത്തിൽ കണ്ട സദാരാമയെ പുഷ്പാങ്കതൻ വീണ്ടും കാണാൻ വേണ്ടി പറയുന്നതല്ലേ? അവർക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇതെന്തിന് ഇവൻ നിങ്ങളോട് പറയുന്നതാണ്? എന്നോട് പറയണ്ടേ? അവന്തി രാജ്യത്തിലെ രാജാവ് എന്ന നിലയ്ക്ക് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഞാനും പോകണ്ടേ ഭവാനി ഉത്സവത്തിന്? പിന്നെ ഇതൊക്കെ എന്താ അറിയാ, വെറുതെ പേടിപ്പിക്കുക മാത്രമേ. മിസ്റ്റർ സുരേഷ്, आप बिजी हो? തിരക്കിലാണോ? ഹേ അല്ലേ? പറഞ്ഞോ ടി വി. ഈ ആന വരൂ? ഒരെണ്ണം കൂടി വെച്ചാലോ? വേണ്ട കുട്ടി, ആനയുടെ കൂടെ ഓടാനില്ലതാ മതി. ആന വരുമെന്നാ ഹറേ. ആന വന്നാലും വന്നില്ലെങ്കിൽ നാളെ അഭിനയിക്കും. ആനയുടെ ഇമ്പാക്ട് ഇടും. ഹലോ, ആന വരൂല്ലേ? आती लेटा आने लेटा മണ്ഡപത്തിലേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുക.